അസ്സലാമു അലൈക്കും. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണി എന്ന് പറയുന്നത് കുഴയ്ക്കുക പരത്തുക എന്നുള്ളതാണല്ലേ. തലവേദന പിടിച്ചത് എന്നല്ലേ കുഴയ്ക്കാതെയും പരത്താതെയൊക്കെ നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞിട്ടുള്ളൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി നോക്കിയാലോ. അത് ശരിക്കും ഒരു പുതിയ തന്നെ ആയിരിക്കും കേട്ടോ. കണ്ടു നോക്കിയേക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കണേ. അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ബൗളോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റിക്ക് മതിയെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പ് അത്രയൊക്കെ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് തിക്കും ആവരുത്. ഇതൊരു മീഡിയം ഒരു പരുവത്തിലാണ് മാവ് നമുക്ക് വേണ്ടത്. വേണ്ട ഈ ഒരു തിക്കിൽ. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കട്ട കുത്താതെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ബൗളിലോട്ടൊക്കെ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സിപ്ലോക്ക് ബാഗോ അല്ലെങ്കിൽ നമ്മുടെ ഐസിങ് ബാഗോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബാഗ് എടുക്കുക. അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ എടുത്ത പോലെയുള്ളൊരു കവർ എടുക്കുക. അതിപ്പോൾ ഞാൻ കോൺഫ്ലെക്സ് ഒക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ അതിലുണ്ടാകുന്ന കവറില്ലേ, അതാണ് എടുത്തത്. അത് പകുതി കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് മാവ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ദാണ്ട കൂട്ടി പിടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അവിടെ ഒരു ചെറിയൊരു ഹോളാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നമുക്കത് എളുപ്പമായി. നമ്മൾ ജിലേബിയൊക്കെ ഇങ്ങനെ ചുറ്റിക്കൂലേ, അതേപോലെ ചുറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന പാനിലോട്ടേക്ക് നമ്മൾ ദാണ്ട ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ പൂക്കൾ പോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ ഒരു പരുവത്തിൽ. ഇങ്ങനെ തന്നെ ആണല്ലോ ജിലേബി ഉണ്ടാക്കാറ്. അത് ഓയിലിൽ വറുത്തെടുക്കും. ഇത് നമ്മൾ ജസ്റ്റ് പാനിൽ ഇതേപോലെ ഒന്ന് പൂവ് പോലുള്ള ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോഴൊരു സൈഡ് വെന്ത് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഏറ്റവും എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ട് അങ്ങനെ ഇത് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. കുറഞ്ഞ മാവിൽ തന്നെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇത് ശരിക്കും എനിക്ക് ഈ ഒരു മാവ് മുഴുവനായിട്ട് വേണമെന്നൊന്നുമില്ല. പക്ഷേ ഞാനത് അടുത്ത ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുറച്ചധികം ആക്കിയെന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതന്നെ വീണ്ടും നാളങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഈ കുറഞ്ഞ മാവിലാണ് നമ്മൾ ഇതേപോലെയുള്ള ഈ പൂക്കൾ പോലുള്ള പത്തിരി അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. കുറഞ്ഞ ചേരുകൊണ്ട് സൂപ്പറായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നല്ല മുരിഞ്ഞതായിട്ട് നമുക്ക് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടും. അപ്പോൾ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് തയ്യാറാക്കാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടി നമുക്ക് ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ലൂസ് ബാറ്ററല്ല വേണ്ടത്, തിക്ക് ബാറ്ററും അല്ല കേട്ടോ വേണ്ടത്. ഒരു മീഡിയം രീതിക്ക് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കലക്കിയെടുക്കരുത്. കുറച്ച് അങ്ങനെ ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. നമ്മളിത് പേസ്റ്റ് പോലെ ഇങ്ങനെ പരട്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത്. അതിനായിട്ടാണ് ഒരുപാട് ലൂസാക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അതേപോലെ സമൂസൻ്റെ മസാലക്കൂട്ട് ഓൾറെഡി ഉണ്ടായിരുന്നേ. ഞാൻ സമൂസൻ്റെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടായി പോയിട്ട് നോക്കി നോക്കും. പിന്നെ അധികം ആൾക്കാർക്കും അറിയുന്നത് തന്നെയാണ് സമൂസൻ്റെ മസാലക്കൂട്ട്. അപ്പോൾ ഞാനിങ്ങനെ മസാലക്കൂട്ടൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെക്കും 2-3 ദിവസത്തോട്ടേക്ക്. അപ്പോൾ നമുക്ക് പണി എളുപ്പത്തിൽ കഴിയല്ലോ. ഓരോരോ പത്തിരി എടുക്കുക, അതിൻ്റെ ബിറ്റ്വീനിലോട്ടേക്ക് ആ ഒരു ചിക്കൻ മസാലക്കൂട്ട് വെക്കുക, എന്നിട്ട് റോൾ ചെയ്യുക. അത് എളുപ്പമാണല്ലേ. എന്താ പറയുക, കുഴക്കുകയും വേണ്ട, പരത്തിയും വേണ്ട, ഒന്നും ചെയ്യുമെന്ന് വേണ്ട. എന്ത് എളുപ്പത്തിലാണ് കഴിയുന്നത്. അത് റോളാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു റോൾ എടുത്തിട്ട് കടലമാവിൽ അത് ഫുള്ളായിട്ട് പൊതിയുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് ഭാഗം ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്കേണ്ടതുണ്ട്. ഇത്ര ഭാഗം. കാരണം നമ്മുടെ ആ ഒരു ചിക്കൻ മസാലക്കൂട്ടൊന്നും പുറത്തോട്ടേക്ക് വരാതിരിക്കാനും ഒന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞ് കിട്ടാനും രുചിയൊന്ന് അധികം ആവാൻ വേണ്ടിയിട്ടാണ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു നടുഭാഗത്ത് മാത്രം അങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ മുഴുവനായിട്ട് കടലപ്പൊടിയിൽ അങ്ങനെ മുക്കരുതേ. എന്നിട്ട് നമുക്ക് 2 സൈഡും കൂടെ ഒന്ന് മൊരിയിപ്പിച്ചെടുത്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സമൂസൻ്റെ ഷേപ്പിലും അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ കടലപ്പൊടി കൊണ്ട് തന്നെ ഇങ്ങനെ കവർ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അല്ലെങ്കിൽ ആ ഒരു ചിക്കൻ്റെ മസാലക്കൂട്ടൊക്കെ പുറത്തോട്ടേക്ക് വരും. അതുകൊണ്ടാണ് കടലപ്പൊടി കൊണ്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും അതേപോലെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ഞാനിപ്പോഴും ഇതാണ്ട് പേസ്റ്റ് ഇങ്ങനെ എടുത്ത് തേക്കുന്നത് കണ്ടില്ലേ, ആ ഒരു ഹോളുള്ള ഭാഗത്ത് മാത്രം. പക്ഷെ ബാക്കിയുള്ള ഭാഗത്തൊന്നും അങ്ങനെ പുരട്ടി കൊടുക്കുന്നൊന്നുമില്ല. ഈ ഒരു ഭാഗം മാത്രം അങ്ങനെ പുരട്ടി കൊടുക്കുന്നു. ഓയിലിലോട്ടേക്ക് ഇടുന്നു, ഫ്രൈ ചെയ്തെടുക്കുന്നു. സംഭവം റെഡി. ഇത് ശരിക്കും നിങ്ങൾക്കൊരു പുതിയ റെസിപ്പി തന്നെ ആണല്ലോ അല്ലേ. അപ്പോൾ പുതിയ റെസിപ്പിയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് ഉണ്ടാക്കി നോക്കാനൊരു ഹരം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടും. ഇനി സമൂസൻ്റെ ഫില്ലിങ് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടല്ലോ, അത് മസാല തേച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് റോൾ ചെയ്തിട്ട് അങ്ങനെ തന്നെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടോടെ കൂടിയിട്ട് അങ്ങനെ സെർവ് ചെയ്യാം. ഇത് എത്ര നേരം വെച്ചാലും അതിൻ്റെ ആ ഒരു കറുമുറ അങ്ങനെ പോകുന്നില്ല. ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.